ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറിയ ശരണ്യയെ കാണാൻ അലീന തീരുമാനിക്കുകയാണ്. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ അവളോട് പറയുകയും ചെയ്യണം. പിന്നെ അവളെ ആശ്വസിപ്പിക്കുകയും അവൾക്ക് ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കുകയും വേണം. എന്നാൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അലീന, നീ വിചാരിക്കുന്നത് പോലെയൊന്നും നടക്കില്ല. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവനും ആ സംഘത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശരണ്യയും അവരുടെ വീട്ടുകാരും അവനെ രക്ഷിക്കാമെന്ന് ഒരിക്കലും കരുതില്ല. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമായാൽ പോലും അവർ അതിന് നിൽക്കില്ല. പോരാത്തതിന് സോഷ്യൽ മീഡിയക്കാരും മഹിളാ സംഘടനയുമൊക്കെ ഇത് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയെല്ലാം അവരുടെ കയ്യിലാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ട അച്ഛാ. ഈ ലോകത്തിന് ശരണ്യ വിചാരിച്ചാൽ മാത്രമേ രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് കേൾക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും ഞാൻ അവിടെ പോകും. എന്നാൽ ശരി, മോള് പോയിട്ട് വാ. പക്ഷെ ഗോവർദ്ധനെ കൂടി കൂട്ടിപ്പോണം. നിന്നെ തനിച്ചു വിടാൻ എനിക്ക് കഴിയില്ല. വേണ്ടച്ചാ, ഞാൻ തനിച്ചു മതി. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് അലീന ബാലചന്ദ്രനോട് പറയുകയാണ്. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ അച്ഛന് വാക്ക് തരുന്നു, രോഹിത്തിനെ ഞാൻ രക്ഷിച്ചിരിക്കും. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിൽ പോകുന്നു. എന്നാൽ അലീന നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞതും എല്ലാവരും അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ വന്ന് ആൾക്കൂട്ടത്തെ തടഞ്ഞത്. ഈ പെൺകുട്ടിയെ ആരും ഒന്നും ചെയ്യരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് അയാൾ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് അലീന അയാളുടെ മുഖം ശ്രദ്ധിച്ചത്. അത് ഷാജിയേട്ടനായിരുന്നു. മുൻപൊരിക്കൽ വൃദ്ധസദനത്തിൽ സാധനങ്ങളുമായി പോയപ്പോൾ ഷാജിയേട്ടൻ്റെ ഓട്ടോ ആയിരുന്നു പിടിച്ചിരുന്നത്. എന്നിട്ട് ഷാജി പെട്ടെന്ന് പറഞ്ഞു, ഈ പെൺകുട്ടി നെടുമ്പുരയ്ക്കലിലെ വേലക്കാരിയാണ്, അല്ലാതെ അവരുടെ ബന്ധുവല്ല. ഒരു പാവം പെണ്ണാണിത്, ആരും ദ്രോഹിക്കരുത്. അലീനയ്ക്ക് സന്തോഷമായി. ആ സമയത്ത് ഷാജിയേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊന്നേനെയെന്ന് അലീന ഓർത്തു. അലീനയെ രക്ഷിച്ചതിൽ അവൾ ഷാജിയോട് നന്ദി പറഞ്ഞു. അലീന ശരണ്യയുടെ റൂമിലെത്തി ശരണ്യയെ കണ്ടു. പകുതി ചത്ത ഒരു പെണ്ണ്. ശരണ്യയുടെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ ശരണ്യയുടെ കൈ പിടിച്ചു. നീ എൻ്റെ അനിയത്തിയാണ് എന്നും പറഞ്ഞ് അലീന അവളെ ഒരുപാട് ആശ്വസിപ്പിച്ചു. കഴിഞ്ഞതെല്ലാം മറക്കണം. നിന്നോട് ക്രൂരത ചെയ്തവർക്കെല്ലാം നല്ല ശിക്ഷ തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം. മോൾ ഒരിക്കലും തോൽക്കരുത്. നിന്നെ ചതിച്ച ഹരിയുടെ മുൻപിൽ നല്ല അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എല്ലാം മറന്ന് നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. അതുമാത്രമേ ശരണ്യയുടെ മനസ്സിൽ ഇനി ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ശരണ്യയ്ക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് അലീന. ഒരുപാട് നേരം ശരണ്യയുടെ കൂടെ ചെലവഴിച്ചതിന് ശേഷം അലീന തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ ശരണ്യ കരുതി, അലീന ചേച്ചി കുറച്ചു നേരം കൂടെ എൻ്റെ അടുത്ത് ഇരുന്നിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നു. തുടരെയുള്ള അലീനയുടെ സന്ദർശനം ശരണ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ അലീന ശരണ്യയോട് ചോദിച്ചു, അന്നത്തെ സംഭവത്തിൽ രോഹിത്തിന് പങ്കുണ്ടോ എന്ന്. 3 പേരാണ് എന്നെ ദ്രോഹിച്ചത് എന്ന് ശരണ്യ പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഹരിയടക്കം 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അലീന ചോദിച്ചു, എന്നിട്ടെന്താ എവിടെയും ശരണ്യ ഇക്കാര്യം തുറന്നു പറയാഞ്ഞത്? വെറുതെ ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ശരണ്യ പറഞ്ഞു, ആ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും ശിക്ഷ അനുഭവിക്കട്ടെ ചേച്ചി. എൻ്റെ ജീവിതം നശിപ്പിച്ചവർ അനുഭവിക്കണം. അങ്ങനെ പറയല്ലേ മോളെ. നിന്നെ ദ്രോഹിച്ചവർ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ദ്രോഹിക്കാത്തവരെ ശിക്ഷിച്ചാൽ അതിൻ്റെ ശാപം മോൾക്ക് തന്നെയല്ലേ കിട്ടുക? നിരപരാധികളെ ഒരിക്കലും ശിക്ഷിക്കരുത്. രോഹിത് നിന്നെ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ കോടതിയിൽ നീ ഇത് തുറന്നു പറയണം. ഞാൻ എപ്പോഴും ശരണ്യയുടെ കൂടെ മാത്രമാണ്. പക്ഷേ ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞോളാമെന്ന് ശരണ്യ പറഞ്ഞു. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എങ്കിലും ഉള്ളിലൊരു ഭയം. ശരണ്യയുടെ വീട്ടുകാർ അവളെ പറഞ്ഞു മാറ്റിയാലോ? അങ്ങനെ വന്നാൽ രോഹിത്തിൻ്റെ വിധി അല്ലാതെ എന്തു പറയാൻ? പാവം, എൻ്റെ അച്ഛനെ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്തത്. നെടുമ്പുരയ്ക്കലിലെത്തിയ അലീന ബാലചന്ദ്രനോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ബാലചന്ദ്രൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചത്. ഇത് കേട്ടുവന്ന കൃഷ്ണമോൾ ചോദിച്ചു, കോടതിയിൽ ശരണ്യ സത്യം പറയുമോ ചേച്ചി? ചേച്ചിയോട് ശരണ്യ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വീട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരണ്യയുടെ മനസ്സ് മാറ്റിയാലോ? അതാണ് എൻ്റെയും പേടി മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം ശരണ്യയുടെ മനസ്സ് മാറാതിരിക്കാനെന്ന് അലീനയും പറഞ്ഞു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.